നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. യാക്കോബായ സഭയ്ക്ക് പുതിയ ഇടയൻ. ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ ഇനി സഭയെ നയിക്കും. ബെയ്റൂത്തിലെ അച്ചാനെ സെയിന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ച് ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻ പത്രിയർക്കീസ് ബാവ. കൊടകര കുഴൽപ്പണക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബിജെപിക്കായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിച്ച പണമല്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പോലീസിന്റെ കണ്ടെത്തൽ തള്ളി. കേസിലാകെ 23 പ്രതികൾ. കുറ്റപത്രം സമർപ്പിച്ചത് കലൂർ PMLA കോടതിയിൽ. ED തന്നെ മൊഴിയെടുക്കാൻ വിളിച്ചിട്ടില്ലെന്ന് കേസിൽ 24-ലൂടെ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീഷ്. കേരളത്തിന്റെ എയിംസ് സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. സംസ്ഥാനത്തിന് എയിംസ് അനുവദിക്കാൻ തടസ്സമില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. പരിഗണനാക്രമത്തിൽ അനുവദിക്കുമെന്ന് രാജ്യസഭയിൽ മറുപടി. കേരളത്തോട് കടുത്ത അനീതിയെന്ന് ഇടത് MPമാർ. ഡാമുകൾക്ക് ചുറ്റും കെട്ടിട നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ബഫർ സോൺ ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ. മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഉറപ്പ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഉന്നയിച്ച വിഷയത്തിൽ ഉത്തരവിൽ ആശയക്കുഴപ്പമുണ്ടായെന്ന് തുറന്നു സംബന്ധിച്ച് മന്ത്രി. അടിയന്തര പ്രമേയത്തെ തുടർന്ന് സർക്കാർ ഉത്തരവ് റദ്ദാക്കുന്നത് ചരിത്രത്തിൽ ആദ്യമെന്ന് VD സതീശൻ. പൊതുസ്ഥലത്തെ പ്രചാരണ പരിപാടികൾക്ക് ഫീസ് ഈടാക്കാൻ സർക്കാർ. നിയമ ഭേദഗതി കൊണ്ടുവരുമെന്ന് മന്ത്രി MB രാജേഷ്. ഈടാക്കുക ചെറിയ രീതിയിലുള്ള ഫീസ് എന്നും മന്ത്രി നിയമസഭയിൽ. തൃശൂർ പൂരം കലക്കൽ അന്വേഷണത്തിൽ മന്ത്രി K രാജന്റെ മൊഴിയെടുക്കും. നടപടി ADGP MR അജിത് കുമാറിന്റെ വീഴ്ചയെക്കുറിച്ച് DGP നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ പിന്നീട് മൊഴി നൽകാമെന്ന് മന്ത്രി അറിയിച്ചു. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ADGP MR അജിത് കുമാറിനെതിരായ ഹർജിയിൽ റിപ്പോർട്ട് ഹാജരാക്കാൻ കൂടുതൽ സമയം ചോദിച്ച് വിജിലൻസ്. അന്വേഷണം പൂർത്തിയായില്ലെന്നാണ് വിജിലൻസ് വാദം. മെയ് 6-ന് കേസ് വീണ്ടും പരിഗണിക്കും. സ്വകാര്യ സർവകലാശാല ബിൽ പാസാക്കി നിയമസഭ. പുതിയ കാൽവയ്പെന്നും നിയന്ത്രണം ഉറപ്പാക്കുമെന്നും മന്ത്രി ഡോക്ടർ R ബിന്ദു. ആശങ്കയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. സ്വകാര്യ സർവകലാശാലകൾക്കെതിരായ AISF മാർച്ചിൽ സംഘർഷം. ബില്ലുകൾ പിടിച്ചുവെക്കുന്ന രാജ്ഭവൻ നടപടിക്കെതിരായ ഹർജി വേഗത്തിൽ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതിയിൽ കേരളം. മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റാം എന്ന് ചീഫ് ജസ്റ്റിസ്. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ജനകീയ യാത്ര കോട്ടയം ജില്ലയിൽ ആദ്യദിന പര്യടനം പൂർത്തിയാക്കി. പിന്തുണയുമായി ജനസാഗരം. വൈക്കത്ത് യാത്രയ്ക്കൊപ്പം ചേർന്ന് വീട്ടമ്മമാരും കലാകാരന്മാരും. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ. 24 ഇൻവെസ്റ്റിഗേഷൻ. വിദ്യാർത്ഥികളെ കോപ്പിയടിക്കാൻ സഹായിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പുകൾ സജീവം. തട്ടിപ്പിന് ഉപയോഗിക്കുന്നത് വാട്സാപ്പ്, ടെലിഗ്രാം, ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമുകൾ. പണം കൊടുത്താൽ വിദ്യാർത്ഥികൾക്ക് കോപ്പികൾ വാങ്ങാം. 30 രൂപ മുതൽ ഈടാക്കി വിതരണം ചെയ്തത് മൈക്രോ ലെവൽ PDF-കൾ. വയനാട്ടിൽ ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് സർക്കാർ അനുമതിയില്ലാതെ ആരോഗ്യ പരീക്ഷണത്തിന് നീക്കം. മെൻസ്ട്രൽ ഹെൽത്ത് കിറ്റ് പരീക്ഷിക്കാനുള്ള ശ്രമത്തിനു പിന്നിൽ അമേരിക്ക ആസ്ഥാനമായ ബയോമെഡിക്കൽ ലാബ്. ആർത്തവ സൈക്കിൾ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണമെന്ന് സൂചന. വിവരശേഖരണത്തിന് വിദ്യാർത്ഥികളെയും ഉപയോഗപ്പെടുത്തി. 24 വാർത്തയ്ക്ക് പിന്നാലെ അന്വേഷണത്തിന് ഉത്തരവിട്ട് ആരോഗ്യവകുപ്പ്. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് MLA-ക്ക് പരുക്കേറ്റ കേസിൽ സംഘാടകർക്ക് ഗുരുതര വീഴ്ചയെന്ന് പോലീസ്. മൃദംഗ വിഷൻ മതിയായ സുരക്ഷ ഒരുക്കിയില്ല. GCDAയ്ക്കും പോലീസിനും വീഴ്ചയില്ലെന്നും അന്വേഷണ സംഘം. നടി ദിവ്യ ഉണ്ണിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. കേസിൽ കുറ്റപത്രം ഉടൻ. ഇടുക്കി തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ നിർണായക തെളിവുകളായ ഓമ്നി വാനും ബൈക്കും അന്വേഷണ സംഘം കണ്ടെത്തി. ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാൻ കലയന്താനിയിൽ നിന്നാണ് കണ്ടെടുത്തത്. എറണാകുളം വൈപ്പിനിലെ വാഹനം പൊളിക്കൽ കേന്ദ്രത്തിൽ നിന്നാണ് പ്രതികൾ ഒളിപ്പിച്ച ബിജുവിന്റെ ബൈക്ക് കണ്ടെടുത്തത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമി ഏറ്റെടുത്ത സർക്കാർ. ഹൈക്കോടതിയിൽ 26,50,00,000 രൂപ കെട്ടിവെച്ചു. പുനരധിവാസ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള അപേക്ഷാ തീയതി ഈ മാസം 30 വരെ നീട്ടി. വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതനോട് വാണിമേൽ പഞ്ചായത്തിന്റെ ക്രൂരത. വീട് നഷ്ടമായ മഞ്ഞച്ചീളി സ്വദേശി സോണിക്ക് കെട്ടിട നികുതി അടയ്ക്കാൻ നോട്ടീസ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരിൽ ഒരാൾ പിടിയിൽ. പരവൂർ സ്വദേശി രാഹുലാണ് പിടിയിലായത്. പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ 24.
സംസ്ഥാനത്തെ 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലെന്ന് CAG. ലാഭകരമല്ലാത്തത് അടച്ചുപൂട്ടണമെന്ന് ശുപാർശ. KML-ൽ ക്രമക്കേടെന്നും അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശം. സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ വഞ്ചനാ കേസ്. പ്രൊഡക്ഷൻ മാനേജറും ഷോ ഡയറക്ടറുമായ നിജുരാജാണ് പരാതി നൽകിയത്. കൊച്ചിയിൽ സംഗീത നിശ സംഘടിപ്പിച്ച വഴി ഷാൻ റഹ്മാൻ 38 ലക്ഷം രൂപ പറ്റിച്ചുവെന്ന് പരാതി. ആശാ വർക്ക് സമരത്തിനെതിരെ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. നടക്കുന്നത് രാഷ്ട്രീയ സമരം. നിലവിലെ സാഹചര്യത്തിൽ വേതനം കൂട്ടാൻ കഴിയില്ല. UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ തീരുമാനം. സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാരമിരിക്കുന്ന ആശമാരിൽ ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റി. തമിഴ്നാട്ടിൽ വേതന വർധന ആവശ്യപ്പെട്ട ആശാ വർക്കേഴ്സിനെ പിന്തുണച്ച് CITU. മന്ത്രി സജി ചെറിയാനെതിരെ വിമർശനവുമായി G. സുധാകരൻ. മുതിർന്നവരെ ബഹുമാനിക്കണം, താനും മുതിർന്ന ആളാണ്, തന്നെ മർക്കടമുഷ്ടിക്കാരൻ എന്ന് പറഞ്ഞ് അപഹസിച്ചു. 62 വർഷക്കാലം പാർട്ടി മെമ്പറായതിന് കിട്ടിയ അവാർഡാണ് ആ പരിഹാസമെന്നും യോഗ്യതയില്ലാത്തവർ അധികകാലം സ്ഥാനത്തിരിക്കില്ലെന്നും വിമർശനം. വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച മീൻ വിൽപ്പന സ്റ്റാളുകൾ പൊളിച്ചുമാറ്റി. മുന്നറിയിപ്പില്ലാതെയാണ് സ്റ്റാളുകൾ പൊളിച്ചുമാറ്റിയതെന്നാരോപിച്ച് പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ. തിരുവനന്തപുരത്ത് മരിച്ച ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് IB-ക്കും പോലീസിനും പരാതി നൽകി. മേഘയുടെ ഫോൺ കോൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതന് കെട്ടിട നികുതി അടക്കാൻ പഞ്ചായത്തിന്റെ നോട്ടീസ്. PV അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെ സസ്പെൻഷനിലായി സർവീസിൽ തിരിച്ചെത്തിയ മലപ്പുറം മുൻ SP സുജിത് ദാസിന് പുതിയ ചുമതല. സുജിത് ദാസിനെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ SP ആയി നിയമിച്ചു. PV അൻവറുമായുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു സുജിത് ദാസ് സസ്പെൻഷനിലായത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത നിവാരണത്തിന് കേന്ദ്ര സഹായം നൽകിയില്ലെന്ന കേരള MP-മാരുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ദുരന്തമുണ്ടായ ഉടൻ NDRF ഫണ്ടിൽ നിന്നും 215 കോടി നൽകി. പുനരധിവാസത്തിനായി 530 കോടി അനുവദിച്ചു. ചട്ടങ്ങൾക്കനുസരിച്ചാണ് കേന്ദ്രം പണം നൽകുന്നതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ചിലവ് ചുരുക്കൽ നിർദ്ദേശത്തിലെ വിവാദ ഭാഗം നീക്കി ധനവകുപ്പിന്റെ ഉത്തരവ്. ഓഫീസ് സേവനം ഉള്ള വകുപ്പുകളിൽ ഓഫീസ് അറ്റൻഡന്റ്, ടൈപ്പിസ്റ്റ് തസ്തികകളിലേക്ക് നിയമനം നടത്തരുതെന്ന ഭാഗം ഒഴിവാക്കിയാണ് പുതിയ ഉത്തരവിറക്കിയത്. സിനിമകളുടെ കളക്ഷൻ വിവാദത്തിൽ കുഞ്ചാക്കോ ബോബനെതിരെ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്. കുഞ്ചാക്കോ ബോബന് ഏത് കണക്കിലാണ് വ്യക്തത വേണ്ടതെന്ന ചോദ്യം. സിനിമകളുടെ കളക്ഷൻ പുറത്തുവിടുന്നതിൽ ആരും അലോസരപ്പെട്ടിട്ട് കാര്യമില്ലെന്നും മറുപടി. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ആലത്തൂർ ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയിൽ 500 പേജിലധികമുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. ചെന്താമര ഏകപ്രതിയായ കേസിൽ പോലീസുകാരടക്കം 130-ലധികം സാക്ഷികളാണ് ഉള്ളത്. 3 സെന്റിൽ താഴെയുള്ള വീടുകൾക്ക് ജപ്തി നടപടി ഇല്ല എന്നതാണ് പ്രഖ്യാപിത നിലപാടെന്ന് സഹകരണ മന്ത്രി VN വാസവൻ. എന്നാൽ നോട്ടീസ് നൽകുന്നത് സ്വാഭാവിക നടപടിയാണെന്നും മന്ത്രി നിയമസഭയിൽ. പ്രതികരണം: ജപ്തി ചെയ്യില്ലെന്ന സർക്കാർ നയം ഉണ്ടായിട്ടും നോട്ടീസ് അയക്കുന്നുവെന്ന ചാണ്ടി ഉമ്മൻ MLA-യുടെ ചോദ്യത്തിന്. ഇനി കേരളത്തിനുള്ള കൂടുതൽ വാർത്തകൾ. തിരുവനന്തപുരം മംഗലപുരത്ത് ലഹരി മാഫിയക്കെതിരെ സ്ഥാപിച്ച CCTV അടിച്ചു തകർത്തു. വീടുകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. പ്രദേശത്തെ ലഹരി ഉപയോഗത്തിന് എതിരെ പോലീസും എക്സൈസും പരിശോധനകൾ നടത്തിയിട്ടും പ്രയോജനം ലഭിക്കാത്തതിനാൽ. വടകര പുത്തൂരിൽ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 15-കാരൻ മരിച്ചു. മരിച്ചത് അടക്കാത്തുരുവിലെ മുഹമ്മദ് ഷജൽ. എറണാകുളം ചങ്ങമ്പുഴ പാർക്കിൽ ഏകപാത്ര നാടകം അവതരിപ്പിച്ച് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കലാശ്രീ രാമകൃഷ്ണൻ. ഹെരോ രാധാവിന്റെ അന്ത്യം എന്ന ഏകപാത്ര നാടകമാണ് അവതരിപ്പിച്ചത്. പ്രതിധ്വനിയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. MLA-മാരും ടെക്കികളും ടെക്നോ പാർക്ക് ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടി. സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ ടെക്കികളുടെ പ്രതിധ്വനി 11 ജയിച്ചു.
തൃശൂർ വെള്ളിക്കുളങ്ങരയിൽ വളർത്തുനായെ പുലി പിടിച്ചതായി നാട്ടുകാർ. രണ്ടുകൈ സ്വദേശി ബിപിൻ വലേരിൽ നായയാണ് ആക്രമിച്ചത്. പ്രദേശത്ത് വന്യജീവി ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. ഇടുക്കി ചിന്നക്കനാൽ 301 കോളനിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. വീട് ഭാഗികമായി തകർത്തു. ചക്കക്കൊമ്പൻ ആക്രമിച്ചതെന്ന് നാട്ടുകാർ. തിരുവനന്തപുരം കളിയിക്കാവിളയിൽ നടുറോഡിൽ ഇരുചക്ര വാഹനങ്ങളിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനത്തിന്റെ റീൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച 4 പേർ അറസ്റ്റിൽ. അഭ്യാസ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ 24-ന്. പാലക്കാട് ഒറ്റപ്പാലം NSS കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയെ കഴുത്തിൽ കേബിൾ കുരുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ അടക്കമുള്ള KSU പ്രവർത്തകർ അറസ്റ്റിൽ. UUC ദർശൻ പ്രവർത്തകരായ റൌഫ്, സൂരജ്, അഭിനേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കൊല്ലത്ത് കല്ലും താഴത്ത് ലഹരി പരിശോധനയ്ക്കിടെ എക്സൈസ് ഇൻസ്പെക്ടറെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമം. വാഹനവുമായി രക്ഷപ്പെട്ടയാൾ കാർ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. കാറിൽ നിന്ന് 4 ഗ്രാം MDMA കണ്ടെടുത്തു. ഇടുക്കി ചക്രാമുടിയിൽ കയ്യേറ്റത്തെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. കയ്യേറിയ സ്ഥലത്തെ നിർമ്മാണം പാരിസ്ഥിതികാഘാതമുണ്ടാക്കിയെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് കോടതിയുടെ നടപടി. പ്രധാന അറിയിപ്പുകൾ നോക്കാം. EPFO ESI ജനസമ്പർക്ക പരിപാടി ഈ മാസം 27-ന് കൊച്ചിയിൽ. പരിപാടി ESI എറണാകുളം ബ്രാഞ്ച് ഓഫീസിൽ. പരാതിക്കാർ രേഖകളുമായി എത്തണം. എറണാകുളം എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മറ്റന്നാൾ തൊഴിൽമേള. കാക്കനാട് സിവിൽ സ്റ്റേഷൻ ഓൾഡ് ബ്ലോക്കിലാണ് പരിപാടി. ഡ്രൈവർ, ടെലിമാർക്കറ്റിംഗ്, ഡെലിവറി എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയുള്ള ജോലികളിലേക്കാണ് നിയമനം. സപ്ലൈകോ റമദാൻ ഫെയറുകൾ ഈ മാസം 30 വരെ. തിരുവനന്തപുരത്ത് മറ്റന്നാളും മറ്റ് ജില്ലകളിൽ ഈ മാസം 26-നുമാണ് റമദാൻ ഫെയർ തുടങ്ങുക. ഏപ്രിൽ 10 മുതൽ 19 വരെയാണ് വിഷു, ഈസ്റ്റർ ഫെയർ. IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷത്തെ 8ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി ഏപ്രിൽ 7 വരെ സമർപ്പിക്കാം. നേരിട്ട് ഏപ്രിൽ 9-ന് 4 മണി വരെ അപേക്ഷ നൽകാം. മുംബൈ തിരുവനന്തപുരം റൂട്ടിൽ സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചു. ലോകമാന്യ തിലക് ടെർമിനസ് തിരുവനന്തപുരം നോർത്ത് പ്രതിവാര സ്പെഷ്യൽ ട്രെയിൻ ഏപ്രിൽ 3 മുതൽ വ്യാഴാഴ്ചകളിൽ സർവീസ് നടത്തും. ഫാർമസി കോളേജുകളിൽ ആധാർ അധിഷ്ഠിത ഹാജർ നിർബന്ധമാക്കണമെന്ന നിർദ്ദേശം. കോളേജുകളിൽ വ്യാജ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ കാർഡുകളും ഉപയോഗിച്ച് അധ്യാപക, അനധ്യാപക ജീവനക്കാർ ജോലി ചെയ്യുന്നതായുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ദേശീയ വാർത്ത. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെക്കെതിരായ പരാമർശത്തിൽ കൊമേഡിയൻ കുനാൽ കംറയെ ചോദ്യം ചെയ്യാൻ പോലീസ്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചു. കോമഡി ഷോ നടന്ന സ്റ്റുഡിയോ അടിച്ചു തകർത്ത സംഭവത്തെ ന്യായീകരിച്ച് ഏക്നാഥ് ഷിൻഡെ. ഡൽഹിയിൽ സംഘർഷത്തിനിടെ ഒരാൾ കുത്തേറ്റു മരിച്ചു. കൊല്ലപ്പെട്ടത് ഡൽഹി സ്വദേശി അഷു. സംഘർഷത്തിനിടയാക്കിയത് പ്രതികളിൽ ഒരാളുടെ ഭാര്യയെക്കുറിച്ച് നടത്തിയ പരാമർശം. 3 പേർ അറസ്റ്റിൽ. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ സുപ്രീം കോടതി നിയോഗിച്ച അന്വേഷണ സമിതി പരിശോധന നടത്തി. സംഭവ സ്ഥലത്ത് ആദ്യമെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകളും സമിതി പരിശോധിക്കും. ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ. 3 മാവോയിസ്റ്റുകളെ വധിച്ചു. ചെന്നൈയിൽ 1 മണിക്കൂറിനിടെ 8ഇടങ്ങളിൽ മാല മോഷണം. 2 പ്രതികൾ പിടിയിൽ. സംഘത്തിൽ 8 പേരുണ്ടെന്ന് പോലീസ്. ജമ്മു കശ്മീരിലെ കത്വയിൽ പോലീസിന്റെയും സുരക്ഷാ സേനയുടെയും സംയുക്ത പരിശോധന. നടപടി ജമ്മുകശ്മീർ DGPയുടെ നേതൃത്വത്തിൽ. പരിശോധന കർശനമാക്കിയത് ഹിരാനഗർ സെക്ടറിലെ പ്രദേശവാസികളുടെയുമായി തീവ്രവാദികൾ സമ്പർക്കം പുലർത്തിയെന്ന സൂചനയെ തുടർന്ന്. ബംഗളൂരുവിൽ യുവാവിനെ ഭാര്യയും ഭാര്യാമാതാവും ചേർന്ന് കൊലപ്പെടുത്തി. ഭക്ഷണത്തിൽ ഉറക്കഗുളിക കലർത്തിയ ശേഷം വിജനമായ സ്ഥലത്തെത്തിച്ച് കൊലപ്പെടുത്തിയെന്ന് പോലീസ്. ലോക്നാഥ് സിംഗ് ആണ് കൊല്ലപ്പെട്ടത്. ബില്ലുകൾ പിടിച്ചുവെക്കുന്നതിനെതിരെ രാഷ്ട്രപതിക്കും ഗവർണർക്കുമെതിരായ സംസ്ഥാനത്തിന്റെ ഹർജി മറ്റൊരു ബെഞ്ചിന് വിടാമെന്ന് സുപ്രീം കോടതി. വേഗത്തിൽ വാദം പൂർത്തിയാക്കാൻ മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റാം എന്ന് ചീഫ് ജസ്റ്റിസ്. രാജ്യാന്തര വാർത്ത. ന്യൂസിലൻഡിലെ സൗത്ത് ഐലൻഡിൽ ഭൂചലനം. 6.8 തീവ്രത രേഖപ്പെടുത്തി. 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. കൊളറാഡോ സംസ്ഥാനത്തിന്റെ ആസ്ഥാന മന്ദിരത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന തന്റെ ചിത്രം മോശമെന്ന വിമർശനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചിത്രം നീക്കം ചെയ്യാൻ നിർദ്ദേശം. ചിത്രം ബോധപൂർവം മോശമാക്കിയതാണെന്ന് ട്രംപിന്റെ ആരോപണം.
ഹണ്ടയിൽ $5.8 ബില്യൺ സ്റ്റീൽ നിക്ഷേപം പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. 1400-ലധികം തൊഴിലവസരങ്ങൾ. ഔദ്യോഗിക വൈറ്റ് ഹൌസ് ബ്രീഫിംഗിനിടെയാണ് പ്രഖ്യാപനം. കരിങ്കടലിലെ സൈനിക ആക്രമണങ്ങൾ നിർത്താൻ റഷ്യയും യുക്രൈനും സമ്മതിച്ചതായി വൈറ്റ് ഹൌസ്. ഇരു രാജ്യങ്ങളും വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കാമെന്ന് സമ്മതിച്ചതായും വൈറ്റ് ഹൌസ്. ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ 65 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ മാധ്യമപ്രവർത്തകരും കുട്ടികളും. വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയതിനു ശേഷം ഇതുവരെ 700 പലസ്തീൻ പൗരന്മാർക്ക് ജീവൻ നഷ്ടമായെന്ന് റിപ്പോർട്ടുകൾ. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് US കോൺഗ്രസിലെത്തിയ ആദ്യ ആഫ്രിക്കൻ വംശജ മിയ ലവ് അന്തരിച്ചു. അന്ത്യം മസ്തിഷ്കാർബുദം ബാധിച്ച് ചികിത്സയിലിരിക്കെ. 49 വയസ്സായിരുന്നു. ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ റദ്ദാക്കിയ വിധിക്കെതിരെ ട്രംപ് സുപ്രീം കോടതിയിൽ. ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്ന് കാലിഫോർണിയ, മേരിലാൻഡ് അടക്കമുള്ള കോടതികളുടെ ഉത്തരവിനെതിരെയാണ് ട്രംപ് സുപ്രീം കോടതിയെ സമീപിച്ചത്. വെനസ്വേലൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്താൻ ട്രംപ്. വെനസ്വേല അമേരിക്കയോട് വളരെയധികം ശത്രുതയോടെയാണ് പെരുമാറുന്നതെന്ന് ആരോപിച്ചാണ് പ്രഖ്യാപനം. ജെറുസലേമിലെ അൽ മഖാസിദ് ആശുപത്രിക്ക് സാമ്പത്തിക സഹായം അനുവദിച്ച് UAE-യുടെ സഹായഹസ്തം. $64.5 ദശലക്ഷം. ഗസയിൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതിൽ ഹമാസിനെതിരെ വിമർശനവുമായി അമേരിക്ക. ഗസയിൽ എല്ലാ നടപടികളുടെയും ഉത്തരവാദി ഹമാസ് ആണെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടമി ബ്രൂസ്. നൈജറിലെ പള്ളിക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് UAE. ആക്രമണത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. ദയാവധത്തിന് അനുമതി തേടി ഗായകൻ ജോസഫ് അവ്വ ഡാർക്കോ. കടുത്ത മാനസിക പ്രശ്നമാണ് അനുഭവിക്കുന്നതെന്നും അതിനാൽ നിയമപരമായി ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണെന്നും ബ്രിട്ടീഷ് ഘാനിയൻ ഗായകൻ ആവശ്യപ്പെട്ടു. ഹൂതികൾക്കെതിരെ 10ാം ദിവസവും US ആക്രമണം. 1 മരണം, 13 പേർക്ക് പരിക്ക്. യമൻ തലസ്ഥാനമായ സനായിലെ പടിഞ്ഞാറൻ മേഖലയിലുള്ള കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. തിരികെ ബിസിനസ് ന്യൂസ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. പവന് 240 രൂപ കുറഞ്ഞ് 65,480 രൂപയും 1 ഗ്രാം സ്വർണ്ണത്തിന് 8,185 രൂപയിലുമാണ് വ്യാപാരം. മോഷൻ ഫോട്ടോകൾ പങ്കിടാൻ പുതിയ ഫീച്ചറുമായി വാട്സാപ്പ്. ഉപയോക്താക്കൾക്ക് അവരുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ നിന്നുള്ള മോഷൻ ഫോട്ടോകൾ മറ്റു ഉപയോക്താക്കളുമായി പങ്കിടാൻ കഴിയുന്നതാണ് പുതിയ ഫീച്ചർ. iPhone 17 സീരീസിന്റെ റിയർ ക്യാമറ ഡിസൈൻ പുറത്ത്. സീരീസിന്റെ ബാക്ക് പാനലിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചന. ഗ്ലാസും അലുമിനിയവും സംയോജിപ്പിച്ചായിരിക്കും ബാക്ക് പാനലിന്റെ നിർമ്മാണം. ഇൻസ്റ്റാമാർട്ടിൽ ഇനി 10 മിനിറ്റിനുള്ളിൽ സ്മാർട്ട് ഫോണുകൾ വീട്ടിലെത്തും. 10 നഗരങ്ങളിൽ നിലവിൽ ഈ സേവനം ലഭ്യമാണ്. കൂടുതൽ നഗരങ്ങളിലേക്ക് ഈ സേവനം ഉടൻ തന്നെ വ്യാപിപ്പിക്കുമെന്നും സ്വിഗ്ഗി. മാർച്ചിൽ രാജ്യത്തെ ബിസിനസ് വളർച്ചയിൽ ഇടിവ് രേഖപ്പെടുത്തി. തിരിച്ചടിയായത് സേവന മേഖലയിലെ മാന്ദ്യം. പർച്ചേസിംഗ് മാനേജേഴ്സ് സൂചിക 58.6 കുറഞ്ഞു. കൈകോർത്ത് സച്ചിൻ, ബിൽഗേറ്റ്സ് ഫൗണ്ടേഷനുകൾ. ഇന്ത്യയിലെ കുട്ടികളുടെ പഠനം, പോഷകാഹാരം, പ്രാദേശിക വികസനം എന്നിവയിലൂന്നിയാണ് പ്രവർത്തനം. US-ൽ F1 വീസകൾ കൂട്ടത്തോടെ നിഷേധിക്കുന്നു. തള്ളിയത് 41% വിദേശ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ. 10 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും ഉയർന്ന തോതാണിത്. സ്വീഡനിലെ ഇന്റർനാഷണൽ ഓട്ടോമോട്ടീവ് കമ്പോണന്റ് ഗ്രൂപ്പിനെ ടാറ്റ ഓട്ടോകോംപ് ഏറ്റെടുത്തു. ലക്ഷ്യം യൂറോപ്പിലെ ഓട്ടോമോട്ടീവ് മേഖലയിൽ സാന്നിധ്യം ശക്തിപ്പെടുത്തൽ. സാമ്പത്തിക വിശദാംശങ്ങളൊന്നും കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല. ഗുജറാത്തിൽ 2,800 കോടി രൂപയുടെ കരാർ സ്വന്തമാക്കി അദാനി എനർജി സൊല്യൂഷൻസ്. മുന്ദ്ര തുറമുഖ നഗരത്തിലെ ഊർജ്ജ വിതരണ സംവിധാനം മെച്ചപ്പെടുത്തുന്ന പദ്ധതിയാണ് അദാനി എനർജി സൊല്യൂഷൻസ് ഏറ്റെടുക്കുന്നത്. സ്പോർട്സ്. കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലകൻ. സ്പാനിഷ് കോച്ച് ഡേവിഡ് കറ്റാലയെ കോച്ചായി നിയമിച്ചു. കരാർ 2026 വരെ. സൂപ്പർ കപ്പിന് മുന്നോടിയായി കറ്റാല ടീമിനൊപ്പം ചേരും. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യയെ സമനിലയിൽ കുരുക്കി ബംഗ്ലാദേശ്. ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ കഴിഞ്ഞില്ല. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ലാത്വിയയെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു. ടോസ് ടുഷേലിന് കീഴിലെ ഇംഗ്ലണ്ട് 2ാം ജയം. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ അർജന്റീന ബ്രസീൽ സൂപ്പർ പോര് കാത്ത് ഫുട്ബോൾ പ്രേമികൾ. മത്സരം ഇന്ത്യൻ സമയം പുലർച്ചെ 5-ന്.
ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ യുറുഗ്വായി അല്പസമയത്തിനകം ഇറങ്ങും. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ബൊളീവിയാണ് എതിരാളികൾ. കൊളംബിയ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ പാരഗ്വേയെയും നേരിടും. പരുക്ക് ഭേദമായി നെയ്മാർ ജൂനിയർ കളത്തിലേക്ക് തിരികെയെത്തുന്നു. ഞായറാഴ്ചത്തെ മത്സരത്തിൽ സാന്റോസിനായി ഇറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. പരുക്ക് മൂലം ബ്രസീലിനൊപ്പമുള്ള ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ താരത്തിന് നഷ്ടമായിരുന്നു. അടുത്ത മത്സരത്തിന് മുന്നോടിയായുള്ള അവധി ആഘോഷിക്കാൻ മുംബൈ ഇന്ത്യൻസ് ടീം ജാംനഗറിലെത്തി. ശനിയാഴ്ച ഗുജറാത്തിനെതിരെയാണ് മുംബൈയുടെ അടുത്ത മത്സരം. പാക് സൂപ്പർ ലീഗിൽ ഡേവിഡ് വാർണർ കറാച്ചി കിങ്സിന്റെ പുതിയ ക്യാപ്റ്റൻ. നിയമനം ഷാൻ മസൂദിന് പകരം മസൂദ് ടീമിനൊപ്പം തുടരും. അച്ഛനായ KL രാഹുലിന് ആശംസ നേർന്ന് ഡൽഹി ക്യാപിറ്റൽസ് ടീം. ഇന്നലെയാണ് രാഹുലിനും പങ്കാളി അത്യ ഷെട്ടിക്കും പെൺകുഞ്ഞ് പിറന്നത്. കാണാം കലാ സാംസ്കാരിക സിനിമാ വാർത്ത. എമ്പുരാൻ മറ്റന്നാൾ തിയേറ്ററിലെടുത്താനിരിക്കെ ചിത്രത്തിന്റെ പുതിയ ഗാനം പുറത്ത്. ഫ്രിസിന്ദ എന്ന പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. പൂർണ്ണമായും ഹിന്ദിയിലാണ് ഗാനം. ആസിഫ് അലി ജിസ് ജോയ് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നു. ഈ വർഷം തന്നെ ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകൾ. പ്രേക്ഷകർ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രം ബസൂക്കയുടെ ട്രെയിലർ റിലീസ് നാളെ. നവാഗതനായ ഡിനോ ഡെനിസ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഏപ്രിൽ 10 തിയേറ്ററുകളിലെത്തും. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം തുടരും. ട്രെയിലർ നാളെ. മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. വൈറൽ ട്രെൻഡ്സ്. സൈബറിടത്ത് വൈറലായി ഒരു ക്ലാസ് റൂമിൽ ടീച്ചറിന് മുന്നിൽ ഗാനം പാടുന്ന പയ്യൻ. മനോഹരമായി അവന്റെ പാട്ടിന് മുന്നിൽ ടീച്ചറുടെ കണ്ണ് നിറയുന്നതും കാണാം. സോഷ്യൽ മീഡിയയിൽ വൈറലായി പീക്കോ ഫാം. ഓട്ടോറിക്ഷയുടെ പെർമിറ്റ് തുക വർദ്ധിപ്പിച്ചു എന്ന അവകാശവാദത്തോടെ ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണ്. തുകയിൽ വർധനയില്ലെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് അധികൃതർ വ്യക്തമാക്കി. നാളെ അറിയാൻ. റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ പാലക്കാട് സിവിൽ സ്റ്റേഷൻ റോഡിൽ നാളെ ഗതാഗത നിയന്ത്രണം. ഇന്ന് നിശ്ചയിച്ചിരുന്ന പ്രവൃത്തിയാണ് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നാളേക്ക് മാറ്റിയത്. പത്തനംതിട്ട സീതത്തോട് മേഖലയിൽ നാളെ വൈദ്യുതി മുടങ്ങും. കക്കാട് സബ്സ്റ്റേഷനിൽ പ്രതിമാസ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ടാണ് വൈദ്യുതി നിയന്ത്രണം. മാർത്തോമ സഭ നിരണം മാരാമൺ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ പാതി നോമ്പിനോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 5:30 വട്ടക്കൊട്ടാൽ ക്രൈസ്റ്റ് മാർത്തോമ പള്ളിയിൽ നോമ്പ് ധ്യാനം നടക്കും. ഫാദർ ബോബി ജോസ് കട്ടിക്കാട് നേതൃത്വം നൽകും. സർവേ ഭൂരേഖാ വകുപ്പ് നടത്തുന്ന ഡിജിറ്റൽ സർവേ കോൺട്രാക്ട് ഹെൽപ്പറെ നിയമിക്കുന്നു. അഭിമുഖം നാളെ രാവിലെ 10 കളക്ടറേറ്റിലെ സർവേ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ. അഭിമുഖം വയനാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി കം ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് നിയമനം. അഭിമുഖം നാളെ ഉച്ചകഴിഞ്ഞ് 2 ആശുപത്രിയിൽ നടക്കും. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത. ഹണി ട്രാപ്പ് വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കർണാടക മന്ത്രി KN രാജണ്ണ കർണാടക ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം നൽകി. മാരടത്തിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നത് ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ലെന്ന അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ നിരീക്ഷണത്തിനെതിരെ ഹർജി ഫയൽ സ്വീകരിച്ച് സുപ്രീം കോടതി. കേസ് മറ്റന്നാൾ പരിഗണിക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തെ വീണ്ടും വിമർശിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്നും സ്റ്റാലിൻ. 100 ന്യൂസ് പൂർത്തിയാവുന്നു.